ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനേഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു പുതിയ വിജ്ഞാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. ഡിഗ്രിയുള്ള ഏത് ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. അതിൽ ജോലി ചെയ്യുന്നവരെ എങ്ങനെ പഠിക്കണം, ഇത് നമ്മുടെ കമൻസിൽ ധാരാളമായിട്ട്, ഇപ്പം ഞാൻ നമ്മുടെ കമൻസ് നോക്കുമായിരുന്നു, അതിലേറ്റവും കൂടുതൽ കാര്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഡിഗ്രി ഉണ്ട്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനോടൊപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇതാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഡിഗ്രി ലെവൽ എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജോലി സ്വഭാവം, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സിലബസ് മനസ്സിലാക്കുക. പ്രിലിമിനറിക്ക് ഒരു സിലബസ് ഉണ്ടാകും, മെയിൻസിന് ഒരു സിലബസ് ഉണ്ടാകും. നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, പ്രിലിമിനറിയും മെയിൻസും കണ്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന് സിലബസാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ അടുത്തിടെ നടന്ന ഡിഗ്രി ലെവലിലെ ഈ എക്സാംസ് അല്ലെങ്കിൽ LDC പോലുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒന്ന് മനസ്സിലാക്കുക. എന്ത് എക്സാം നടന്നാലും ഇപ്പോൾ PSCയുടെ വെബ്സൈറ്റ് അവർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക, പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പണ്ടെപ്പോഴും പറയുന്ന ഉദ്യോഗാർത്ഥികളോട് പറയുമായിരുന്നു, നിങ്ങൾ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലി ലഭിക്കണം എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു സിനാരിയോ മാറിയിട്ടുണ്ട്. പഠനത്തിന് ശേഷം ജോലി എന്ന് ആണെങ്കിൽ ഇപ്പം കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, വേഗം തന്നെ പ്രൈവറ്റ് സെക്ടറിലായാലും ഒരു ജോലി കണ്ടെത്തുന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു എക്സാംസ്, ഗവൺമെൻറ് എക്സാംസിലേക്ക് ആ പഠനത്തോടൊപ്പം ഫോക്കസ് ചെയ്യുന്നവർ കൂടുതൽ പേരുമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ സാധ്യതകൾ അതുപോലാണ്. എന്ത് പഠിക്കാൻ ഓൺലൈൻ ആയിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ തന്നെ അവർക്ക് ജോലിയോടൊപ്പം തന്നെ ഒരു നെക്സ്റ്റ് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും നമുക്ക് അടുത്ത ഗവൺമെൻറ് എക്സാംസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജോലിയിലുള്ളവരൊക്കെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഏജ് ലിമിറ്റ് മനസ്സിലാക്കുക. PSC എഴുതാനുള്ള ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സ്, OBC ആണെങ്കിൽ അത് വീണ്ടും റിലാക്സേഷൻ 3 വർഷമുണ്ട്, SC ആണെങ്കിൽ അത് 5 വർഷമുണ്ട്. അപ്പോൾ ആ ഏജ് റിലാക്സേഷൻ മനസ്സിലാക്കുക. ഇതിൽ ഡിഗ്രി പാസ്സായ ആർക്കും ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എഴുതാവുന്നതാണ്. ഇനി പഠനത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാകുന്നു, ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് പഠിക്കേണ്ടത്. അതിനാണ് നമ്മളെ സിലബസ് സഹായിക്കുന്നത്. എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിലാണ് നമ്മുടെ കയ്യിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അതിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. ഇതേത് മേഖലയിൽ നിന്നാണ്, ആ മേഖലയിൽ നിന്ന് ചിലപ്പം ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് അനാലിസിസ് ചെയ്യുമ്പം ചിലപ്പോൾ അത് SCERT എന്നാണോ ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ NCERT എന്നാണോ വന്നിരിക്കുന്നത്, അത് പ്രസ്താവന ചോദ്യങ്ങളിൽ എന്തെങ്കിലും പുതുമയുണ്ടോ എന്നുള്ള ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നത് സഹായകരമായിരിക്കും. പിന്നീട് നമുക്ക് പഠിച്ചു തുടങ്ങുമ്പം നിങ്ങൾ ജോലിയോടൊപ്പമാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് ആദ്യം തന്നെ കരുതുക. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആയിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ല, ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പം നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടുള്ള കണ്ടൻസ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രോപ്പർ ആയിരിക്കണം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ നമ്മുടെ സമയമാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ്. ജോലിയോടൊപ്പമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള ഓരോ സമയവും നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്തായിരിക്കണം, കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതായത് എനിക്ക് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഇത്ര സമയം, എൻ്റെ പഠനത്തിന് വേണ്ടി ഇത്ര സമയം, വീട്ടുകാര്യങ്ങൾക്ക് ഇത്ര സമയം എന്ന് നമ്മളൊരു കൃത്യമതയോടുകൂടി സമയത്തെ ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെ അത്യാവശ്യം നല്ല സിലബസ് ഉള്ളതിനെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കരുത്, അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം അതൊക്കെ ക്ലിയർ ചെയ്യാൻ കുറേ സമയം എടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഡിവൈഡ് ചെയ്യുക, ടൈം മറന്നു പോകരുത്. എന്നിട്ട് കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ജോലി നമ്മളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരു 3 months ഇട്ട് തന്നെ നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ
ടൈം പ്ലാൻ ചെയ്യേണ്ടത്. സിലബസ് 3 മാസം കൊണ്ട് കവർ ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അതൊരു ഫ്രഷറിനും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ പഴയ പോലൊന്നും അല്ല PSC എന്ന് പറയുന്നത്. എന്താണോ ചോദിക്കുന്നത് അത് കൃത്യമായി പറഞ്ഞു തരും. ഇതാണ് സിലബസ്, ഇതിൽ ഇത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ പറയുമായിരുന്നു പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കൃത്യതയോടുകൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജോലി സമയത്തിന് ശേഷം എത്ര സമയം പഠിക്കണം എന്നുള്ള ധാരണയുണ്ടാവണം. അതോടൊപ്പം തന്നെ മിക്കവരും ചെയ്യുന്നതാണ്, പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിൽ എത്ര നാളുകൊണ്ടാണ് തീരുന്നത്, ഇതൊക്കെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം. തിരക്ക് പിടിച്ച് പഠിച്ച് തീർക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒരു ദിവസം കൊണ്ട് ഇത്ര പോർഷൻസ് പഠിക്കുന്നത് ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ടെൻഷൻസും ഒക്കെ ഉണ്ടാകും. മാക്സിമം നമ്മൾ അതൊക്കെ ഓഫീസിൽ വെച്ച് തന്നെ തീർത്തിട്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുകയും പഠനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ബാക്കിൻ്റെ വർക്കുകൾ ഓഫീസിലെ കാര്യങ്ങളിൽ ആ വർക്കുകളെ പറ്റി ആലോചിച്ച് ടെൻഷനാകുകയും അതിൻ്റെ പുറകെ ഇരിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ മാക്സിമം ഓഫീസിൽ തന്നെ പണികൾ തീർത്തിട്ട് വരികയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ വേണം. ഓഫീസിലിരിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആകാനും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? ഇനിയും അടുത്തത്, ഈ പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പണ്ട് നിങ്ങൾ ജോലി ചെയ്ത് മാത്രമേ ഇരുന്നവരാണ്. ഇപ്പോൾ കുടുംബമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ഫാമിലി ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും നിങ്ങൾ എന്ത് എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതിൻ്റെ റിലവൻസും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ പലർക്കും ഉള്ളതാണ്, ജോലി വെച്ചിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും, ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അത് കഴിഞ്ഞ് ട്രാക്ക് മാറും. ഒരിക്കലും അങ്ങനെ ഉണ്ടായാൽ ഇതിന് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കൺസിസ്റ്റൻ്റായിട്ട് തന്നെ പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തുക. പിന്നെ ഏർലി മോർണിംഗ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഏർലി മോർണിംഗ് യാത്രകൾ, നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകുന്ന യാത്രകൾ ഒക്കെ, നോട്ട്സുകൾ, ഇപ്പം നിങ്ങൾക്ക് പലപ്പോഴും നോട്ടുകളൊക്കെ എഴുതിയെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും അതിന് പകരമായിട്ട് പ്രിൻ്റഡ് നോട്ടുകളും അതോടൊപ്പം തന്നെ ഫയൽസുകൾ, ഓഡിയോ ഫയൽസ് സേവ് ചെയ്ത് വയ്ക്കുകയും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ഒക്കെയുള്ള ഒരു സിസ്റ്റമായിരിക്കാം ഏറ്റവും നല്ലതായിട്ടുള്ളത്. ദെൻ പിന്നീട് ഓഫീസിലായാലും ഇങ്ങനെയൊക്കെയുള്ള പഠന ഗ്രൂപ്പുകൾ കറക്റ്റായിട്ട്, അങ്ങനെ കൊളീഗ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ എക്സാമിന് ഫോക്കസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരെയും കൂടെ കൂട്ടുന്നത് നമുക്ക് പഠനം ഒരു മോട്ടിവേഷൻ, മുന്നോട്ട് പോകാനൊരു മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും പഠനത്തോടൊപ്പം എക്സാംസ് ക്ലിയർ ചെയ്യുന്ന ധാരാളം സുഹൃത്തുക്കളും സ്റ്റുഡൻസും എനിക്കുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും. കാരണം നമ്മൾ പ്രൈവറ്റ് ജോബിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു കൺസിസ്റ്റൻസിയുടെ പ്രശ്നം വരും. അവിടെ നിന്നാണ് നമ്മളെ ഗവൺമെൻറ് ജോബ് ഒരു വ്യത്യസ്തമാക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ എവിടെ നിന്നാലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാംസിന് സിലബസ് അറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകർ കൃത്യതയായ പോർഷൻസ് വെച്ച് പഠിപ്പിച്ച് നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാവും ക്ലാസ്സുകളിൽ. സ്റ്റഡി മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിവിഷനും ക്വസ്റ്റ്യൻസും എല്ലാമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. മറന്നു പോകേണ്ട, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ക്ലാസ്സുകളിൽ അംഗങ്ങളാകാം. ഞാനതിന് ഫ്രീ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും വരിക, ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം, സ്വപ്നം കാണാം. നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മികച്ച അവസരമാണ്. ഭരണസ്ഥിരാകേന്ദ്രത്തിൽ വലിയ ഒരു തലപ്പത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു ജോലിയാണ്. കാണാതെ പോകരുത് ഈ അവസരം. സിസിയോടൊപ്പം നമുക്ക് നേടാൻ റാങ്ക്.